സോ ഗൈസ്, എലിസബത്ത് ആൻഡ് ബാല അവരുടെ ലൂപ്പിനകത്ത് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് എലിസബത്ത്. ഓക്കെ, എലിസബത്ത് വീണ്ടും കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോനകത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് എന്തൊക്കെയാണ് എലിസബത്ത് പറയുന്നത് എന്നുള്ളത്. ഹായ്, എലിസബത്താണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിൻ്റെ കമൻറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതിന് ഒപ്പം കുറച്ചൊപ്പം നടന്ന കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ, ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട്. ഇന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജയ് ലക്സിൻ്റെ കേസ്, ചെകുത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ. ഓക്കെ ഗൈസ്, വേറെ ഒന്നുമല്ല, മൈക്കൊന്ന് റെഡിയാക്കിയതാണ് ആൻഡ് വീഡിയോ പ്ലേയിങ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇവർ തുറന്നു പറഞ്ഞു വീഡിയോനകത്ത്, ഇവർ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ആൻഡ് ഇനി നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പിന്നിലുള്ള ആളുകൾ, ദ സോ കോൾഡ് പാടിപ്പട, അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഫിനാൻഷ്യലി, മസിൽ പവർ എല്ലാം ഉള്ളതുകൊണ്ട് ഏത് രീതിയിലുള്ള പേടിപ്പിക്കൽ ഗിമിക്കുകളും ഈ ലേഡി ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചാനലിൻ്റെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ മാത്രം ആരെങ്കിലും പൊമ്പിളെ തൊട്ടാൽ വെട്ടുறது കൈ തലൈ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്യാമറയുടെ ബാക്കിൽ റിയാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭീഷണിയുടെ സ്വരമാണ്, വാടാ എൻട്രാ, ഈ സാധനമാണ് നടക്കാറ് എന്നുള്ള ഫാക്റ്റ് അവർ വിളിച്ച് പറയുകയാണ്. സോ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ നിയമപരമായിട്ടുള്ള ഓഫീസേഴ്സും ബാക്കി ടീംസും ചെയ്യേണ്ട പരിപാടിയാണ്. ഇവർ ഇത്രയും ഓപ്പണായിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യങ്ങൾ, പല കേസുകളുടെയും വിഷയങ്ങളുടെയൊക്കെ പിന്നാമ്പുറ കഥകൾ ഇവർ പറയുന്നു. സോ പ്ലീസ് ആരെങ്കിലുമൊക്കെ ഒന്ന് ടേക്കപ്പ് ചെയ്യ്, ഫൈൻ. അല്ലെങ്കിൽ ഇവർ കേസായിട്ട് പോകുമ്പോൾ ഇവരെ ബാക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ ചെയ്യുക. എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ കൂടുതൽ എന്താണ് വീഡിയോയിൽ പറയുന്നത്. If you wish his liver to stop working, either you or your family member heart might stop working. That's what hate does. So put your brain to work and think positive. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഗുണ്ടായിസ് ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം തുടങ്ങിയിട്ടുണ്ടോയെന്നാണ്. കാരണം ഒരു 10-30 ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ 3 ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര സിവിയർ ആയിരുന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാണ്. മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രേതബാധ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിൽ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ വേറി. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, അവർ ഗുണ്ടായിസം വിട്ടിട്ട് വേറെ പരിപാടിക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഈ കമന്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഗുണ്ടായിസം വെച്ച് പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി അത് കേരളത്തിൽ വിലപ്പോകില്ല എന്ന് ഉള്ള തിരിച്ചറിവ് ചിലപ്പോൾ കിട്ടിക്കാണും. ഗുണ്ടാസ് കൊണ്ട് കാര്യമില്ല. ഈ സാധനം കൊണ്ട് വലിയ രീതിയിൽ ഇനി എഫക്റ്റ് ആവില്ല എന്നുള്ളത് മനസ്സിലായിട്ടായിരിക്കണം. കൂടോത്രം അറിയാൻ പാടില്ലടേ, ഒന്നും പറയാൻ പറ്റൂല. മാൻഡ്രേക്ക് പീപ്പിൾസ് ആണ് ഇവരൊക്കെ. ഏത് എക്സ്റ്റെൻറ്റ് വരെ ഇവർ പോകുന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, അതിപ്പോൾ ഈ ഒരു ലേഡി അനുഭവിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒരു ഇൻഡെപ്ത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവും. ഓക്കെ, എന്താണെങ്കിലും അവരിതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടോത്രം വെച്ച് ഒരാളെ തീർക്കാൻ വേണ്ടി വേറെ ടീംസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, എന്ത് പറയാൻ. ഇവിടെ കുറേ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, ഏത് ആളെ തീർത്ത് കൊടുക്കുന്ന, കൊട്ടേഷൻ എടുക്കുന്ന കൂടോത്ര ദൈവങ്ങളുള്ള സ്ഥലമാണല്ലോ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളം. അപ്പം പിന്നെ വേറെ വഴിയൊന്നുമില്ലടേ. കൂടോത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിലുള്ള ആൾക്കാരെയും വിളിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ബോർഡാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയണം. ഞാനൊക്കെ പിന്നെ ആ മൈൻഡാണ്. നമുക്ക്
അവർക്ക് ദൈവം പരിപാടി പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലല്ലോ, എന്ത് കൂടോത്രം എന്ത് പറഞ്ഞ് എന്ത് പോയി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഏത് വഴിക്ക് ഇവർക്ക് പണി കിട്ടുന്നുള്ള കാര്യം ഇവർക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം അങ്ങനെ പണി കിട്ടാൻ മാത്രമുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകൾക്ക് എന്തായാലും മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലേഡിയെ ഒതുക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തും. ഓക്കെ, കാരണം ഈ വ്യക്തി ആരെക്കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ കുറേ കേസുകളുടെ ഇൻഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ ഈ ലേഡി വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരൊപ്പം ഉണ്ടായിരുന്ന കാലത്തൊക്കെ ആ വ്യക്തി കാണിച്ച കള്ളത്തരങ്ങളെ കുറിച്ചിട്ട് വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വിളിച്ചു പറയുന്ന ഈ ഒരു ലേഡിയെ ഭ്രാന്തിയാണ്, മോശക്കാരിയാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയാലും ഇനി അത് വിലപ്പോവും തോന്നില്ല. പിന്നെ ആരെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്നറിയില്ല. കസ്തൂരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ഇത് എത്ര പേര് ഹാൻഡിൽ ചെയ്യുന്നു എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇതിൽ 1-2 ഹാൻഡിൽസൊക്കെ ഈ ലേഡിക്ക് എതിരെ ഓപ്പോസിറ്റുള്ള സൈഡിലുള്ളതാണെങ്കിലും എനിക്ക് തോന്നുന്നത് എവിടെയോ ഈ കസ്തൂരീസിൽ 1-2 ഹാൻഡിലുകൾ ഈ ലേഡിയെ രക്ഷിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവരോട് ഈ ലേഡിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകളോട് ദേഷ്യമുള്ള വ്യക്തികൾ ഇടയിൽ കൂടി കുറച്ച് സാധനങ്ങൾ പ്രൊവോക്കേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ പുറത്ത് വരുന്നുമുണ്ട്. ഓക്കെ, എന്താണ് മൂവിങ് ഫോർവേഡ്, ബാക്കി നോക്കാം. ലീഗലി കൊടുക്കാം, പക്ഷെ അതിനൊക്കെ അറിയില്ല എനിക്ക് എന്താ അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഞാൻ ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയണു. കേസിന് അത്ര സ്ട്രോങ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഉണ്ടാവണം, അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലല്ലോ നമ്മൾ അത് ചെയ്യണത്. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ, അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലല്ലോ നമ്മൾ അടി കിട്ടുന്നത്, ക്യാമറ ഫോക്കസിലല്ലോ എടുക്കണത്. അപ്പം അങ്ങനത്തെ തെളിവുകൾ ഇല്ല. അടി കിട്ടിയ ഞാനപ്പോൾ കേസ് എടുക്കായിരുന്നു. ഞാൻ ആകെ ചെയ്തത് പാലാരിവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല. അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു സ്നേഹമാണോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ലിവർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അതെന്താണാവോ അന്നെന്തോ കൊടുക്കാൻ തോന്നിയില്ല, ചിലപ്പോൾ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കാര്യം പാലാരിവട്ടം സ്റ്റേഷൻ്റെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇമാതിരി ആളുകൾക്ക് വേണ്ടിയിട്ട് ചമച്ചാപ്പണി എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുകയാണ്. ഒരു ലേഡി അടി കിട്ടി എന്ന് പറഞ്ഞു വരുന്നു. ഓക്കെ, ഗാർഹിക പീഡനം, ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനം, ഇത് പറഞ്ഞു വരുമ്പോൾ ഇരിക്കൂ, ഒരു ലെറ്റർ എഴുതി തരൂ എന്ന് പറയുന്നൊരവസ്ഥ സാഡാണ്. ഇവരെന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ കുറേ ഫോട്ടോസ്, വീഡിയോസ്, തെളിവുകളുണ്ട് അടി കിട്ടിയതിന് ശേഷം ചോരയുള്ളതും മീഞ്ഞതും നീല കളറായിട്ടുള്ളതൊക്കെ എന്നുള്ളത്. മേ ബി അതൊക്കെ ഇനി കൊണ്ടുപോയി കൊടുത്താൽ കണക്ട് ചെയ്യാൻ പോലീസിന്, കാരണം പോലീസിൻ്റെ അടുത്ത് ഓൾറെഡി ഇവർ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ടൈമിൽ പോലീസാണ് പറഞ്ഞ് എഴുതി തന്നാൽ മാത്രമേ എടുക്കൂ എന്നുള്ളത്. ഓക്കെ, വേണമെങ്കിൽ കേസായിട്ട് പോകുന്ന സമയത്ത് പോലീസുകാർക്ക് ഈ സംഗതികളൊക്കെ വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ കേസായിട്ട് പോവാം, ഫൈൻ. അല്ല ഇനിയിപ്പോൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തീർക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തീർന്നു പോകേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എത്ര കാലം ഈ ലേഡി വീഡിയോ ഇടും, എത്ര കാലം ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് തോന്നുന്നൊരു 24/7 സാറ്റലൈറ്റ് ചാനൽ പോലും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. വൈ? അങ്ങനൊരു ചോദ്യമുണ്ട്. യൂട്യൂബ് ചാനൽസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഒരു മെയിൻ സ്ട്രീം ചാനലും ഇതൊന്നും ഏറ്റെടുത്ത് ഞാൻ കണ്ടില്ല. അതും മേജറായിട്ട് ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനൽസ് ഡിസ്കസ് ചെയ്ത 2 കേസ്, ചെകുത്താൻ്റെ കേസും ഒന്ന് മോൺസൺ മാവുങ്കലിൻ്റെ കേസും, 2 കാര്യത്തിലും ഈ ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ലേഡിയുടെ ഒരു ബൈറ്റ് എടുക്കുന്നില്ല? ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തരം കാണിച്ച ആ വ്യക്തി കള്ളത്തരമാണ് കാണിച്ചത് എന്നുള്ളത് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന, ഇനിയിപ്പോൾ ലിവിങ് ടുഗെദർ എന്ന് തന്നെ പറയേണ്ടി വരും, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അതിലുള്ള കാര്യവും കാരണം നിങ്ങൾ അന്വേഷിക്കണ്ടേ? അതെന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്. കാശുണ്ട്, മണീൻ്റെ, പവറുണ്ട്. ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട്. മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ്, ആ കേസിൽ ഈവൻ ഇപ്പോൾ IASകാർക്ക് പഠിക്കാനുള്ള ഒരു കേസൊക്കെയാണെന്ന് പറഞ്ഞത്, അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത്, അത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്ര സീക്രട്ട് ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരനെ അറസ്റ്റ് ചെയ്യണതിൻ്റെ 6 മാസം മുമ്പ് ഇങ്ങേർക്ക് ഒരു SP ഇയാളിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അയാളായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്യണം, ഇനി ഇന്നെ വിളിക്കേണ്ട, നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല.
കാരണം 100% സംസാരിക്കണേൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് വെറുതെ പൊങ്ങച്ചൻ പറഞ്ഞാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട. കാരണം സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ്. കാരണം SP റാങ്കിലുള്ള ഒരാള് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. അമ്പടാ, ഞാൻ നേരത്തെ ആദ്യമേ സെക്കൻഡ് വീഡിയോയിലല്ല ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് അപ്പിയറൻസ് പ്ലസ് കുറേ അധികം തെളിവുകൾ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളത് വന്നത് കണ്ട. കേരളം തന്നെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് മോൺസൺ മാവുങ്കൽ. വലിയ തട്ടിപ്പ്. ഓക്കെ, യേശുവിൻ്റെ വടി വരെ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് മായാവിയുടെ കുന്തം കുടച്ചക്രം. എന്താണെങ്കിലും ഒരു പോലീസ് ഓഫീസർ വരെ ഇയാളെ വിളിച്ചിട്ട് മോൺസൺ മാവുങ്കലിനെ കുറിച്ച്, പിന്നെ ഈ എലിസബത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ശക്തമായിട്ട് ഞാനും ഇത് പറയുന്നു, 100 കിട്ടിയ 1000 ഉണ്ടെന്നും 1000 കിട്ടിയ 1,00,000 ഉണ്ടെന്നും പറയുന്ന ഒരു ടൈപ്പ് മനുഷ്യനാണ്. സെൽഫ് പ്രൊക്ലെയിംഡ് പ്രാഞ്ചി എന്നൊക്കെ വിളിക്കേണ്ടി വരും. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാൾ ചിലപ്പോൾ തള്ളാൻ വേണ്ടി പറഞ്ഞതുമായിരിക്കും, ഞാൻ 6 മാസം മുമ്പേ അറിഞ്ഞടേ, എന്നെ SP റാങ്കിലുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞടേ എന്നൊക്കെ പറഞ്ഞു കളയും ഇങ്ങേര്. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്ന് ഇയാൾക്കൊരു ഇൻസ്ട്രക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ, അത്രയും സീക്രട്ടായിട്ട് നടക്കുന്നൊരു മിഷൻ ലീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. മനസ്സിലായോ? ഇത്രയും മേജർ കേസ്, ഇത്രയും എന്താ പറയുക, ഇത്രയും ടെക്നിക്കലി സോളിഡായിട്ട് തീർക്കേണ്ട ഒരു കേസിന് ഇത്രയും മോശമായൊരു ലൂപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫർമേഷൻസ് ചോർത്തി ഒരു പോലീസ് ഓഫീസർ ഇയാക്കുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ. ഇത് കൃത്യമായിട്ട് പോലീസുകാർ ഏറ്റെടുക്കണം. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ എന്താ സംഭവിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ തള്ളിയതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഇങ്ങനത്തെ കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ പോലീസും ബാക്കിയുള്ളവരും എന്ത് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ആ കേസ് നടക്കുന്ന സമയത്ത് അന്ന് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇന്ന് എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു. അത് എൻ്റെ ഇഷ്ടത്തിൽ ഇരുത്തിയിട്ടല്ല. അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവരധികം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിന് കൊണ്ടാണ് എല്ലാ ഇന്റർവ്യൂവിലും എന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരുന്നത്. മാത്രമല്ല, നികേഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ട്രോളാക്കിയിട്ട് എടുത്ത സംഭവമാണ്. അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട്, ഇന്ന ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ്. അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. സാധനടേ, അന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും ട്രോളാക്കിയ ഒരു വിഷയം, ഓക്കെ, മോൺസൺ വിഷയത്തിൽ ഇങ്ങനെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയ സമയത്താണ് ഇങ്ങനെ അവിടെ കിടന്ന് ബബ്ബ പഠിച്ചത്. അത് മോൺസന്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുടെ ഓഡിയോ ലീക്കായി പുറത്തു വന്ന് ബാലിയും ഈ ഡ്രൈവറും സംസാരിക്കുന്നത് മോൺസന്റെ കേസിൽ നിന്ന് ഇനി ഇടപെടരുത് ടമ്പേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചിട്ടാണ് അന്ന് എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയിലാണ് ഒരു ഡിബേറ്റിനിടയിൽ ഇങ്ങനെ വിളിച്ച് വരുത്തിയത്. ഇങ്ങനെ അവിടെ ഇരുന്ന് സോഫയിൽ എലിസബത്ത് കമ്മിയാർ എന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് ഇപ്പോൾ എലിസബത്ത് പറയുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഗതി കയ്യിൽ നിന്ന് പോയി. ചോദിച്ച ചോദ്യം വേറെ, ഇങ്ങനെ പറയുന്ന ഉത്തരം വേറെ, ഒന്നും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ആങ്കർ തന്നെ പറയുന്നുണ്ട് കയ്യിൽ പോയി, നിന്നോട് എന്താ ചോദിച്ചത്, നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത്. ആ സമയത്ത് വെറുതെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വുമൺ കാർഡ് ഇടാൻ വേണ്ടിയിട്ട് അമ്മേനെയും ഭാര്യേനെയും ഇറക്കി കഴിഞ്ഞാൽ പരിപാടി നടക്കൂല്ലോ. ഒരുപാട് ഐഡിയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് റീവിസിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആ കോൾ റെക്കോർഡ് വയ്ക്കാം. മോൺസൺ മാവുങ്കലിൻ്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത വ്യക്തി ഈ പറഞ്ഞ റെങ്കണയും തമ്മിൽ നടത്തിയ കോൾ. ഇനി മേലാൽ ഇങ്ങനെ മോൺസൺ ഡോക്ടറെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന അത് വേണ്ടല്ലോ, അവോയ്ഡ് ചെയ്യല്ലേ? അയ്യോ എന്റെ പൊന്നു ബാലച്ചേട്ടാ, സത്യമായിട്ട് ഞാനല്ല മോൺസൺ ഡോക്ടറെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതാ. അതിപ്പം മോൺസൺ ഡോക്ടർ ഇപ്പം അത്രയും നല്ല സെറ്റപ്പിൽ ഇരിക്കുമ്പം ബാലച്ചേട്ടനോട് വന്ന് പറയുമ്പോ ബാലച്ചേട്ടൻ അതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ബാലച്ചേട്ടാ, ഈ ലോകത്ത് ബാലച്ചേട്ടൻ അറിയാമല്ലോ, ഇങ്ങനെ കള്ളം പറഞ്ഞ് നമ്മുടെ പേര് കള്ളക്കേസും കൊടുത്ത് നടക്കുമ്പം അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാലച്ചേട്ടാ? ഇപ്പം പുള്ളിയുടെ കാല് പിടിക്കാൻ പറ്റുമോ പോയിട്ട്, സാറേ എന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കാൻ? എല്ലാ കേസും ഒഴിവാക്കാം. അജി ചെയ്യേണ്ടത് ഇനി തൊട്ട് എനിക്ക് ഒരു സത്യം ചെയ്യണം. ആ കേസ് ഒഴിവാക്കാൻ ഞാൻ പറയാം. ഏത് വേണ്ട ബാലച്ചേട്ടാ, 10 വർഷം പട്ടിയെ പോലെ പുള്ളിക്ക് വേണ്ടി പണിയെടുത്ത് എനിക്ക് പുള്ളി അവസാനമായിട്ട് എല്ലാരും ഒരു സ്ഥലത്തുനിന്ന് പണി നിർത്തി പോകുമ്പം ഒരു ബോണസ് കൊടുക്കും.
പുള്ളി എനിക്ക് തന്ന ബോണസ് എന്ന് പറഞ്ഞ എന്റെ പേരിൽ കള്ളക്കേസാണ് പുള്ളി എനിക്ക് തന്ന ബോണസ്. അപ്പൊ അതങ്ങനെ നിലനിൽക്കട്ടെ ബാലച്ചേട്ടാ. അജിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിളിക്കുന്നത്. എനിക്കറിയാം, അല്ലെങ്കിൽ പിന്നെ ബാലച്ചേട്ടൻ എന്നെ വിളിക്കേണ്ട ഇതാണ് ആ കാര്യമില്ലല്ലോ. ഒരു കോൺവെർസേഷൻ ഉണ്ടായത് ഡ്രൈവറും ബാലയും തമ്മിൽ. ഇനി ആ സൂപ്പർ പ്രൈം ടൈം എന്താണ് അതിൻ്റെ പേര്, മാതൃഭൂമിൻ്റെ, അതിൽ ഇങ്ങനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പറഞ്ഞ ഡ്രൈവറെ വിളിച്ച് സംസാരിച്ച് അതിൻ്റെ സീനും വിഷയം എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിച്ച ആ ഡ്രാമ. അജി ഉണ്ടല്ലോ, ഡ്രൈവർ അജി, അജിക്കെതിരെ അതിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ലോജിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ഈ അജിയും മോൻസൺ ഡോക്ടറും എത്ര വർഷമായിട്ട് ബന്ധമുണ്ട്? എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞതുകൊണ്ട് 10 വർഷമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? അല്ലല്ല, പുള്ളി പറഞ്ഞതാണ് 10 വർഷം. ആ വീഡിയോ ഓഡിയോ റെക്കോർഡിംഗിൽ ഉണ്ടല്ലേ? അതിലെന്താണ് പ്രശ്നം? 10 വർഷമായിട്ട് അജിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം 10 മാസം കൊണ്ട് ബാലയ്ക്ക് എങ്ങനെ മനസ്സിലാവും? 10 വർഷമായിട്ട് അജിക്ക് മനസ്സിലായില്ലേ മോൻസൺ ഡോക്ടർ തട്ടിപ്പ് കേസിന്? ഇത് ബാല പറയുന്നത് ബാലയെ കുറ്റപ്പെടുത്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഇല്ലല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അജി 10 വർഷമായിട്ട് മോൻസൺ ഡോക്ടർ കൂടെ ഉണ്ട്. 10 വർഷമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചത് ബാലയ്ക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും ബാലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ്. കാരണം ബാലയ്ക്ക് ബോധ്യപ്പെടാൻ വൈകുമെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. It is not my concern. It is not my concern, sir. 240 கோடி அண்ணாத்த ஃபிலிம் ரஜினிகாந்த் படம் பண்ணிட்டு இருக்கோம். வில்லன் ஆயிட்டு அபிநயிக்கணுண்டு. அதில் கான்சன்ட்ரேட் பண்ணுவேனா இதில் கான்சன்ட்ரேட் பண்ணுவேனா? ஒன்றும் லாஜிக்கலாக திங்க் பண்ணுங்க சார். இப்போதான் மேரேஜ். வா எலிசபெத், இங்கே வா, கம்மியா. மேரேஜ் ஆகி வந்துட்டு ஒரு September 5th. Look at this. My wife is here only. വാ, താഴെ ഫ്രെയിമിലത്തെ കാണണ്ടേ? എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കേൾക്കേണ്ടത് ഞങ്ങളുടെ വിധിയാണ്. ബാല ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അമ്മ ഇപ്പൊ ഈ റൂമിനകത്തുണ്ട്. ഒരിക്കലല്ല സാർ. ബാല പറയുന്നത് ബാലയെ ഞങ്ങൾ കുറ്റപ്പെടുത്തി എന്നാണ്. ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമേ ചോദിച്ചിരുന്നുള്ളൂ, അതിൽ നിന്നാണ് ബാല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും ഇല്ല സാർ. ഈ അജിയെ നിങ്ങളെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഇന്റർവ്യൂക്കേ വരൂല്ല ഞാൻ. അജിക്ക് വേണ്ടി ഉണ്ടായ ഒരു സാഹചര്യം, അത് മാത്രമായിരുന്നു ഞാൻ ചോദിച്ചത്. അതിൽ നിന്നാണ് ബാല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നന്ദിയുണ്ട് ബാല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. കണ്ടാ അപ്പ പുരിയല്ലേ ഇപ്പൊ പുരിഞ്ചിടിച്ച് എലിസബത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒന്നുമില്ലടേ, ആ ഡ്രൈവറെ എന്തിനിങ്ങേരി വിളിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നില്ലേ ഈ പറയുന്ന മോൻസൺ മാവുങ്കൽ ഒരു കൊടൂര കള്ളനാണ്, തട്ടിപ്പുകാരനാണ് എന്നുള്ളത്? അതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അതിനാണ് ഇങ്ങേരി ചുറ്റി വളച്ച് അജീനെ വിളിച്ച് 10 വർഷത്തിലുള്ള ഡയലോഗ് അടിച്ച് ഞാൻ എന്തിനു മനസ്സിലാക്കണം എന്ന് ചോദിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യനെ കളിച്ച് പ്രോപ്പർ വുമൺ കാർഡ് ഇറക്കിയതാന്നുള്ളത് ഇപ്പം പിടികിട്ടി. ആങ്കർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനില്ല. അപ്പോൾ പിന്നെ നേരെ ഭാര്യനെ വിളിച്ച് ഫ്രെയിമിൽ കയറ്റി അമ്മ അപ്പുറത്ത് റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് സാധനം ക്ലോസ് ആക്കി. അത് ആങ്കർക്കും മനസ്സിലായി. അപ്പം പുരിയലടാ ഇപ്പം പുരിഞ്ഞിടിച്ച്. ഷീ ഓൾസോ ഹാസ് പാരനോയ ആൻഡ് ബിലീവ്സ് ഞാൻ പുള്ളിക്കാരൻ്റെ ഗുണ്ടയാന്ന് വിചാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നോട്ട്, ഗുണ്ടയാന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പിന്നെ പാരനോയ ഉണ്ടെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. നിങ്ങൾ സൈക്കാട്രിസ്റ്റാന്ന് എനിക്ക് തോന്നണില്ല, അത് വേറെ കാര്യം. പിന്നെ ഗുണ്ടയാണോ? ഗുണ്ടയല്ല. നിങ്ങൾ തന്നെ പല സ്ഥലത്തും ഓക്കെ അടുത്ത കമൻറ്റിൽ വരുന്നുണ്ട്. ആ കമൻറ്റ് വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഗുണ്ടയാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് വേറെ സപ്ലയറാണോ എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. എൻ്റെ പൊന്നോ, ഇവർ വർത്താനം കേട്ട് എനിക്ക് ജലദോഷം കൂടി. അയ്യോ. അപ്പോൾ വിഷയം ഈ കമൻ്റ് ഇട്ടത് ആര്? കസ്തൂരി എന്ന് പറഞ്ഞ ഹാൻഡിൽ ആരാണ് കസ്തൂരിസ് ഹാൻഡിൽ ചെയ്യുന്നത്? ആ ഒരു ഹാൻഡിൽ ആര് ഹാൻഡിൽ ചെയ്യുന്നു? ഗുണ്ടയാണോ അതോ കൂടെയുള്ള വേറെ ആരെങ്കിലുമാണോ? സഹോദരി എന്ന് പറയുന്ന വ്യക്തിയാണോ? ഡോക്ടറാണോ? അഡ്വക്കേറ്റാണോ? ഡ്രൈവറാണോ? ആരാണത് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം അറിയാം, ഒരാളല്ല അത് ഹാൻഡിൽ ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരോട്, കുറേ മീഡിയ ആൾക്കാർക്ക് ഒരു ബക്കാർഡർ കുപ്പിയും അതുപോലെ തന്നെ
എത്ര 5,000 10,000 കൊണ്ട് കൊടുത്തിട്ട് കുറെ യൂട്യൂബേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടിപ്പിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയാണല്ലോ നിന്നായിരുന്നത്. ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേരും എനിക്കറിയാം. അപ്പോ ഞാൻ അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഉണ്ടാക്കാൻ വരുമോന്ന് അറിയില്ല. ഉണ്ടായിക്കോട്ടെ, കാര്യം ഉണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോണെ. ചെറുത് കണ്ണന്റെ ചെറിയ കളി അതൊക്കെ എല്ലാരും കളിക്കൂടെ. ഈ ഭാരപ്പെട്ടും കാര്യമില്ല. മീഡിയാസിനെ വെച്ചുള്ള മാനിപ്പുലേഷൻസും PR പരിപാടികളൊക്കെ അതിനിപ്പോ അവർക്ക് എന്ത് കൊടുത്തു, കാശ് കൊടുത്തു, അതൊന്നുമല്ല സംഗതി. ആസ് യൂഷ്വൽ ഇവിടെ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. ബാക്കി പരിപാടികൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ പരിപാടി. ഇന്ന ആരും അറസ്റ്റ് ചെയ്യാൻ? ഇന്ന അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഇലക്ഷൻ പോലും നടക്കില്ല, ഫണ്ട് വരില്ല ഇങ്ങോട്ട്. എനിക്കറിയില്ല പുള്ളിക്ക് എവിടെ നിന്ന് എത്ര ഫണ്ട് എന്ന്. പക്ഷെ പുള്ളി പറയണത് പുള്ളിനെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും ഇലക്ഷൻ പോലും നടക്കില്ല എന്നാണ് പറയണത്. അതെനിക്കറിയില്ല അതിന്റെ ഫാക്ട് എന്താന്ന്. ഞാൻ ആർക്കും കാശ് കൊടുക്കണമെന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ഈവൻ എന്റെ ഇറക്കം ഒരു പെണ്ണിനൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി കേസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്ന സംഭവമാണ്. അപ്പോ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടായിട്ടുണ്ടാവും ഇങ്ങേരുടെ അപ്പന്റെ സ്വത്തൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പൊ അതില് 10-20 കോടി വന്നു എന്നാണ് കേൾക്കണേ. അതില് 6 കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് കേട്ട് കേൾവി. അതിൽ 1 കോടി പോയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിന്റെ, ഇങ്ങേരുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറിന്റെ കയ്യിലും, അതുപോലെ തന്നെ പിന്നത്തെ കുറച്ച് കാശ് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ട എല്ലാ ക്രൈമിനെയും പാർട്ട്ണറായിട്ടുള്ള ഒരാളുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്നൊക്കെയാണ് കേട്ട്. അതുപോലെ തന്നെ ആ ഒരു ഇതില് കാറും എടുത്തു എന്നൊക്കെയാണ് കേട്ട് കേൾവി. ഇതിലൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ കേട്ട് കേൾവികളും എല്ലാതും എനിക്കറിയണ ഇതൊക്കെ ഈ ഒരു വീഡിയോകളിൽ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി മനസ്സിലാവുന്നത് അല്ലേ. അതായത് കൂടെ ജീവിച്ച ഒരാളാണപ്പം ആ വ്യക്തിയെ കമന്റ് ബോക്സിനകത്ത് ഇത്ര പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പുറത്താ. അവർക്ക് പോകാനൊന്നുമില്ല, ലൈഫിൽ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഫൈൻ. പിന്നെ ഈ പറഞ്ഞ മാതിരി കാശ് കിട്ടിയോ കാശ് കിട്ടിയില്ലേ, അതെങ്ങനെ കിട്ടി, ഏത് രീതി, ഇതൊക്കെ കംപ്ലൈൻ്റ് ആയാൽ മാത്രം ആണ് ഇതിനൊക്കെ ഒരു ഓഡിറ്റിങ് ഇതിനകത്ത് വരുന്നത്. അല്ലാതെ പക്ഷം വരുന്നില്ല. മറ്റേ സാധനം പക്ഷേ ഭയങ്കരമായി പോയി. ഇത് കേരളം തന്നെ സ്തംഭിച്ചു. ഇവിടെ ഇലക്ഷൻ നടക്കില്ലോ. ഒരു കാര്യം ചെയ്യുക, അടുത്ത മുല്ലപ്പെരിയാർ ഇഷ്യൂ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടാം സംസാരിക്കാൻ, ആ നല്ലത്. അല്ലെങ്കിൽ അരിക്കൊമ്പനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. വേണ്ട, ഇങ്ങനെ ഇവിടെ നിന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഇലക്ഷൻ നടക്കാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഭരിക്കുന്നവരെ വീണ്ടും സഹിക്കേണ്ട ഒരു അവസ്ഥ വരും. അത് വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത്ര മാത്രം ആരുടെ ഇത്? ഖുറേഷ്യ ബ്രൗൺ ഖുറേഷ്യ ലൂസിഫറാ ഫണ്ട് ചെയ്യുന്നത്. ഇത് എന്തത് ലൂസിഫറിന്റെ സ്ക്രിപ്റ്റാ? കാണാപാടം പിടിച്ച് അവിടെ സ്ക്രിപ്റ്റ് പോയി അടിച്ചതാ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഈ ചെയ്തതൊന്നും കുഴപ്പമില്ല, ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിലിട്ടിട്ട് പീഡിപ്പിച്ചത് കുഴപ്പമില്ല. ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ. അത് ഞാൻ ആദ്യം തന്നെ ഇങ്ങേരുടെ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ ഇവര് ദേഷ്യത്തില് ഇങ്ങേര് ഫോൺ എടുത്തിട്ട് എന്റെ മോത്തിക്ക് എറിഞ്ഞു. ആ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്കിലത്തെ ഷെൽഫിൽ കൊണ്ടു. ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു, ഗ്ലാസ് പൊട്ടി. ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കഴുത്തിലൊക്കെ വെള്ളം, ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കണ്ണിലെ വെള്ളം. കാരണം എന്റെ മുഖത്തിന്റെ ഡയറക്ഷനിലാണ് എറിഞ്ഞത്. അപ്പോൾ അതൊന്നും മിസറി അല്ല. അപ്പൊ പറഞ്ഞ ഒരു ഇതുണ്ട്, അവൻ സിനിമ നടനല്ലേന്ന്. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നണേന്നുള്ളത് ഭയങ്കര കഷ്ടം. അത് കഴിഞ്ഞിട്ട് അത് നാണല്ലാണ്ട് എന്റെ വീട്ടിക്ക് ഇതൊക്കെ വിളിച്ചിട്ട് പറയാൻ പോലീസിനെ കൊണ്ടും ഇയാളും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന്. അതും അമ്മയോട് പറഞ്ഞു എന്ന് അപ്പൊ പറഞ്ഞില്ല, ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ്. അടിപൊളി. ഇതൊന്നും ചെയ്തിട്ട് റെസ്പോൺസിബിൾ അല്ല മിസറിക്ക്. അപ്പൊ ഈ അടിക്കണൊക്കെ പിന്നെ എന്താണാവോ? ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ടുക, ആർക്കെങ്കിലും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അതിന് നമുക്ക് മുഖത്തേക്കൊരു അടി. ആ അടി കഴിഞ്ഞാൽ നമുക്കൊരു 5-6 സെക്കൻഡ് ഗ്രേ കളറാണ്.
അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും തന്നെ കൈകൊണ്ടടിക്കണം. നമുക്ക് വട്ടാണല്ലോ, അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ടടിച്ചിട്ട് ഉണ്ടാക്കണമായിരിക്കും. ആ ശരി. ദിസ് ഈസ് റാങ്. ദിസ് ഈസ് വെരി വെരി റാങ്. നമ്മൾ ആലോചിച്ച് നോക്കും, മസാജ് ചെയ്യാൻ വന്ന ആളുടെ മുമ്പിൽ നിന്ന് എന്തോ പ്രവർത്തിക്ക് വേണ്ടി നിർബന്ധിച്ചു. ഓക്കെ, അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായതും ഇവർ ഈ പറഞ്ഞ ഇതിന് ശ്രമിച്ചത്. അതുപോയി അവിടെ അമ്മയോട് പറഞ്ഞ സമയത്ത് സിനിമാ നടനല്ലേ, എന്തുവാടെ ഇത്, ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് അവിടെ നടന്നത്, എന്തൊക്കെയാണ് ഇവർ സഹിച്ചത്. കം ഓൺ ഗൈസ്, നന്മമരങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ കേസിന് ഒരു ഫോൺ കോള്, 2 ഫോൺ കോള് ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അവിടെ ഒരു ഡോക്ടറായിട്ട് കണക്ട് ചെയ്യണം, കിട്ടാൻ ഭയങ്കര പാടാണ്. അത് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തു. പക്ഷെ അത് വെച്ചിട്ട് എന്താ പറയുക, അത്യാവശ്യം ഈ പറഞ്ഞ പോലെ മുതലെടുപ്പിന് നമ്മളീ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാനെന്നും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. ഓക്കെ, തെമ്മാടിത്തരം ആര് കാണിച്ചാലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഫൈൻ, ഏത് കൊടി കുത്തിയ കൊടി കുത്തണ്ട, വാളെടുത്ത ആളായാലും വിഷയമല്ല. ഫൈൻ, അതിലൊന്നും നമുക്കൊരു തരത്തിലും യോജിക്കാനും ഒരാളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇമാതിരി കേസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായോ? ഫ്രണ്ടിൽ വരുമ്പോൾ നല്ല പോളിഷ്ഡ് ഫേസ്, അതിനകത്ത് മോശം വൃത്തികെട്ടൊരു മുഖവും ആറ്റിറ്റ്യൂഡും ഇമാതിരി കാര്യങ്ങളും ചെയ്യുക. പണത്തിൻ്റെ പവറുണ്ട്, മസിൽ പവർ ഉണ്ടെന്ന് വിചാരിച്ച് നാട്ടിലെല്ലാവരും എല്ലാത്തിനും കുഴിഞ്ഞു നിന്ന് ഒപ്പം തരും എന്നുള്ള വിചാരം നടക്കൂല. അറ്റ്ലീസ്റ്റ് നോട്ട് ഇൻ കേരള. മലയാളികളുടെ അടുത്ത് നടക്കുന്ന പരിപാടിയില്ല. ഫൈൻ, എന്താണെങ്കിലും ഇവരുടെ വിഷയത്തിൽ ആരെങ്കിലുമൊക്കെ ഇടപെടരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ കേസ് കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇവരോട് സംസാരിച്ച് വെച്ചൊരു കാര്യമുണ്ട്. അത് നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യും. അല്ല, ഇനി ഇതിൽ പ്രോപ്പറായിട്ട് വുമൻ കമ്മീഷൻ കുറേ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് സെൽഫായിട്ട് കേസെടുക്കാൻ പറ്റുന്ന പരിപാടി നിങ്ങൾ ചെയ്യും. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ മീഡിയാസ് 24/7 ചാനലുകൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ മോൻസൻ്റെ കേസ്, ചെകുത്താൻ്റെ കേസ്, കുറേ സാധനങ്ങളോട് കുറച്ചധികം കാര്യങ്ങൾ ഇവർ പറയുന്നില്ലേ? പിന്നെ ഒരു ലേഡി അവരവരുടെ സ്വന്തം വിഷയങ്ങളാണ് ഈ വന്നിരുന്ന് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ മാന്യനെ നിങ്ങൾ വിളിച്ചു കൊടുന്നിരുത്തിയിട്ട് ഇയാളുടെ വാക്കൊക്കെ നാട്ടുകാർ കേൾപ്പിച്ചോളൂ ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് ലൈവൊക്കെ വരാമെന്ന് പറഞ്ഞതാണ്. വിളിക്ക്, എൻ്റെ ആരൊപ്പം ഇരുന്ന് ലൈവ് ചെയ്യുന്നു, എലിസബത്തിൻ്റെ ഒപ്പം ഇരുന്ന് ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയത് ചാനലിൽ. നിങ്ങൾക്കും ബെനിഫിറ്റാണ്, നാട്ടുകാർക്ക് ഇയാൾ ആരാന്ന് മനസ്സിലാവും ചെയ്യും. മനസ്സിലായോ? എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ എത്ര വീഡിയോ എലിസബത്തിന് വന്നു വരും, അതിൽ എന്തൊക്കെ കേൾക്കാൻ കിടക്കണം. ഓ